ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. ഒന്നാം സത്യം പറയാണ് മക്കളെ. ഞാൻ പിള്ളേരെ നിലമ്പൂരാണല്ലേ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുന്നത്. അള്ളാന്റെ റഹ്മത്തിന്റെ മഴ ഇങ്ങനെ സൈഡിൽ പെയ്യുമ്പോ കണ്ടില്ലേ വെള്ളച്ചാട്ടത്തിൽ കണ്ടു പോകുന്നത്. ആ കോടക്കട ഇറങ്ങി പോണത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ വന്നാട്ടത്. ഞാൻ എന്നോട് കൂട്ടിക്കൊടുന്നാണ് കേട്ടോ എനിക്കൊരു സ്ഥലം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട്. കാരണം ഇവര് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാവും ഇവരിങ്ങനെ ഈ പാറക്കാട്ടിനുള്ളിൽ കുളിക്കണ്, വെള്ളച്ചാട്ടത്തിൽ ചാടിക്കളിക്കണ്, മീൻ പിടിക്കണ്. ഇങ്ങനെ കാണുമ്പോ പറയും വാട മനസ്സോടെ അന്നെ ദിവസം കാണിച്ചു തരേണ്ടത്. ഇൻഷാല്ലാ ഇതൊക്കെ കുറച്ച് കണ്ട് കണ്ടിട്ടുള്ളൂ. സ്ഥലങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു പോകുമ്പോ ഒരു പ്ലേസ് കൂടെ കാണിച്ചു തരാൻ പറഞ്ഞു. ഇന്നലെ കുളിച്ച സ്ഥലമാണ് കാണിച്ചിട്ടുണ്ടാവും. ഇന്ന് വെള്ളം കൂടുതലാണ്. ചെറുതായിട്ട് നല്ല കലക്ക് വെള്ളത്തിൽ മീൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്. ഇവിടെ കലക്ക് വെള്ളമാണ് മേലെ ചെറുതായിട്ട് ഉള്ളു പൊട്ടിയിട്ടുള്ളത്. ഇതിപ്പോ ഇവിടുന്ന് വിട്ടുപോകാൻ തോന്നില്ല. തിരുവനന്തപുരത്ത് നിങ്ങൾ പ്രവാസിയാണെങ്കിലും ശരി, ഇനിയിപ്പോൾ നാട്ടിലുണ്ടെങ്കിലും നിങ്ങൾ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ട കാഴ്ചകളും അതിൽ വരേണ്ട സ്ഥലം നിലമ്പൂരം. സ്നേഹം തീർച്ചയായിട്ടും ഈ നാടിന്റെ ഭംഗിയും കൂട്ടുകാരുടെ സ്നേഹം അനുഭവിച്ചറിയാട്ടോ. ഇതിന് 5-6 കൊല്ലമുള്ള സുഹൃത്താണ്. സൗദി അറേബ്യയിൽ നിന്ന് കാണാൻ വേണ്ടി ദുബായിക്ക് വന്ന ആളാണ്. അള്ളാന്റെ ദുനിയാവിൽ കാണേണ്ട കാഴ്ച ഹൃദയം നമുക്ക് മനസ്സിങ്ങനെ തുടിക്കും, കണ്ണിന് കുളിർമ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വന്ന് കണ്ടോളി മക്കളെ, ഒരു വൈബാണ്. മക്കളെ നിലമ്പൂരിന്ന് പോയിട്ടില്ല കേട്ടോ. മക്കള് ഷിയാസാണ് വീഡിയോ എടുക്കുന്നത്. ഷിയാസൊക്കെ നാട്ടിൽ ലീവിന് വന്നാല് പറന്ന് കുളിക്കും, ചാടിക്കുളിക്കും, വെള്ളച്ചാട്ടവും കലകള്. അപ്പൊ മനസ്സിലൊന്ന് ആഗ്രഹം ഒരിക്കലെങ്കിലും അവിടെ പോകണം എന്നുള്ളത്. അപ്പൊ അവിടെ നിൽക്കണത് അത് കാണിച്ചപ്പോ ആർക്കെങ്കിലും മക്കളെ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിലമ്പൂര് പോരുക, അടിയമ്പാറ വെള്ളച്ചാട്ടം അല്ലേ. ഓക്കെ, ഇത് സോഷ്യൽ മീഡിയയില് ഇങ്ങനെ കുളിക്കണ വീഡിയോ പോസ്റ്റാക്കുന്നുണ്ടല്ലോ. എവിടെയാണ്? എവിടെ? ഇവിടെ അല്ലേ. അപ്പൊ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പൂജയുണ്ട്. ഒരിക്കലെങ്കിലും ഇവിടെ എത്തണം. ആദരവളികൾക്ക് വെറുതെ പോലെ സത്യം പറഞ്ഞു കേട്ടോ.